ഹായ് 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 ഷെമി മാഷാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാഷ് എത്തിയിട്ടുള്ളത് നമ്മുടെ എക്സാമിന് വളരെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന അതേ രൂപത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളായിട്ട് മാഷ് വീണ്ടും വരും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോയി വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ 5ാം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കാനും ആരും വിട്ടുപോകരുത്. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക, അതിന് സപ്പോർട്ട് എന്താ മറിച്ച് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി എക്സാമിന് വരുന്ന അതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് മാഷ് വരും. നമുക്ക് എന്തായാലും നേരെ ഈ ചോദ്യത്തിലോട്ട് കടക്കാം. ഇവിടെ നോക്കിയേ, ഈ ചിത്രത്തെ നമ്മൾ എന്താ വിളിക്കാറ്? ചതുര ചിത്രം എന്ന് വിളിക്കും. ഇംഗ്ലീഷില് ബാർ ഗ്രാഫ് എന്നും ബാർ ഡയഗ്രാം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഇവിടെ ഒരു ബാർ ഡയഗ്രാം തന്നിട്ടുണ്ട്, ഒരു ചതുര ചിത്രം തന്നിട്ടുണ്ട്. എന്തിന്റെ ചിത്രമാണെന്ന് അറിയോ? ഇത് ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെ എണ്ണവും അതുപോലെ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡുകളൊക്കെ ഉള്ള ഒരു ലിസ്റ്റാണ്. നിങ്ങൾക്കറിയാം എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി, ഡി, ഇ അങ്ങനെ വ്യത്യസ്ത ഗ്രേഡുകളുണ്ട്. അതുപോലെ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളും ഇവിടെ തന്നിട്ടുണ്ട്. എ ഗ്രേഡ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ഗ്രേഡ് ഏതാണ്? എ ഗ്രേഡ് കിട്ടിയ കുട്ടികളെ എണ്ണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. എ ഗ്രേഡ് നോക്കിയേ, ബാർ ഗ്രാഫ് ഇത്രയും ഉയരത്തിലാണ്. ഏത് നമ്പറിന് നേരെയാണുള്ളത്? 7 എന്നുള്ള നമ്പറിന് നേരെ അത്രയും ഉയരത്തിലാണ് എ ഗ്രേഡ് കിടക്കുന്നത്. അപ്പൊ എത്ര കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്? 7 കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഗ്രേഡ് കുട്ടികളെ എണ്ണോ? ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളാണത്. ബി ഗ്രേഡിന്റെ ഗ്രാഫ് ഇത്രയും ഉയരത്തിലാണത്. ഏത് നമ്പറിന് നേരെയാണ്? 9 എന്നുള്ള നമ്പറിന് നേരെ അത്രയും ഉയരത്തിലാണ് ബി ഗ്രേഡിന്റെ ഗ്രാഫ്. അപ്പൊ എത്ര കുട്ടികൾക്ക് ബി ഗ്രേഡ് കിട്ടി? 9 കുട്ടികൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ സി ഗ്രേഡ് കിട്ടിയ കുട്ടികളെണ്ണോ? സി ഗ്രേഡ് ഇത്രയും ഉയരത്തിലാണ്. ഏത് നമ്പറിന് നേരെയാണ്? 8 എന്നുള്ള നമ്പറിന് നേരെയാണ്. ഇപ്പൊ സി ഗ്രേഡ് 8 കുട്ടികൾക്ക് കിട്ടി. ഇനി ഡി ഗ്രേഡോ? ഡി ഗ്രേഡ് ഇതേ നേരെ നോക്കുമ്പോൾ 7 എന്നുള്ള നമ്പറിന് നേരെയാണ്, അത്രയും ഉയരത്തിലാണുള്ളത്. അപ്പൊ ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളെ എണ്ണവും 7 ആണ്. അതുപോലെ തന്നെ ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളെ എണ്ണോ? ഇ ഗ്രേഡ് നേരെ നോക്കുമ്പോൾ 6 എന്നുള്ള നമ്പറിന് നേരെയാണ്. അപ്പൊ 6 കുട്ടികൾക്കാണ് എന്ത്? ഇ ഗ്രേഡ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിന്ന് ചോദിക്കുക. പക്ഷെ നല്ല മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് മാഷ് പറഞ്ഞത് എക്സാമിന് ചോദിക്കുന്നത് അതേ രൂപത്തിലുള്ള നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളായിട്ടാണ് മാഷ് തരുന്നത്. എന്തായാലും നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. എന്താ പറഞ്ഞത്? ഏറ്റവും ആദ്യത്തെ ചോദ്യം, വിച്ച് ഗ്രേഡ് ഡിഡ് മോർ ചിൽഡ്രൻ ഗെറ്റ്? എന്താണ്? ഏത് ഗ്രേഡാണ് കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ചത് നമ്മൾ കണ്ടെത്തണം. ഏത് ഗ്രേഡാണ്? ഇതിൽ ഏത് ഗ്രേഡാണ് ഏറ്റവും ഉയരത്തിലുള്ളത്? ബി ഗ്രേഡ് ആണ്. ബി ഗ്രേഡ് 9 കുട്ടികൾക്ക് ലഭിച്ചു. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഗ്രേഡ് 9 അതിലധികവും കിട്ടിയോ? ഇല്ല. 9 ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയത്. അത് ഏത് ഗ്രേഡാ? ബി ഗ്രേഡ് ആണ്. അപ്പൊ ഏത് ഗ്രേഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയത്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത് ബി ഗ്രേഡ് ആണ്. അപ്പൊ നേരെ ബി എഴുതാ. ബി ഗ്രേഡ് ആണ് അതിനുള്ള ഉത്തരം. ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വാട്ട് ആർ ദി ഗ്രേഡ്സ് obtained by the same number of children? ഒരേ എണ്ണം കുട്ടികൾ നേടിയ ഗ്രേഡുകൾ ഏതൊക്കെ നമ്മൾ കണ്ടെത്തണം. ഏതൊക്കെ ഗ്രേഡുകളാണ് ഒരേ എണ്ണം കുട്ടികൾക്ക് കിട്ടിയത് നമ്മൾ കണ്ടെത്തണം. ഇതിൽ ഏതൊക്കെ ഗ്രാഫാണ് ഒരേ ഉയരത്തിലുള്ളത്? എ ഗ്രേഡിന്റെ ഗ്രാഫും ഡി ഗ്രേഡിന്റെ ഗ്രാഫും എന്താണ്? ഒരേ ഉയരത്തിലാണ്. ഏത് നമ്പറിന് നേരെയാ? 7 എന്നുള്ള നമ്പറിന് നേരെയാണ്. 7 കുട്ടികൾക്കാണ് എന്ത്? എ ഗ്രേഡും കിട്ടിയത്, ഡി ഗ്രേഡും കിട്ടിയത്. ഒരേ എണ്ണം കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡുകൾ ഏതൊക്കെയാണ്? എ ഗ്രേഡും ഡി ഗ്രേഡും. അത് രണ്ടും 7 കുട്ടികൾക്കാണ് ലഭിച്ചത്. അപ്പൊ എ ഗ്രേഡും ഡി ഗ്രേഡും എന്താണ്? 7 കുട്ടികൾക്കാണ് ലഭിച്ചത്. അപ്പൊ ഏതൊക്കെ ഗ്രേഡുകളാണ് സെയിം? എ ഗ്രേഡും ഡി ഗ്രേഡാണ് എന്ത്? ഒരേ എണ്ണം കിട്ടിയത്. അതിനുള്ള ഉത്തരവായി. ഇനി അടുത്തത് എന്താണ്? പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ദി ഗ്രേഡ്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു റിസീവ്ഡ് ദം. എന്താണ്? കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡുകളും അതുപോലെ എത്ര കുട്ടികൾക്കാണ് കിട്ടിയതെന്നുള്ള എണ്ണവും കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എങ്ങനെ ഒരു ബാർ ഗ്രാഫിൽ ടേബിൾ ഉണ്ടാക്കുക? ഒരു ചതുര ചിത്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി കഴിയും? സിമ്പിളാണ്. ഇവിടെ നോക്കണേ, നമുക്ക് ഏതൊക്കെ ഹെഡിങ്ങുകൾ കൊടുക്കാൻ വേണ്ടി കഴിയും? ഗ്രേഡ്സ് എന്നും കൊടുക്കാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നും കൊടുക്കാം. 2 പേരുകൾ അതിലുള്ളത്. ഗ്രേഡ്സ് എന്ന് കൊടുക്കാൻ എന്നിട്ട് ഏതൊക്കെ ഗ്രേഡുകളാണെന്നുള്ളത് അതിന് താഴെ കൊടുക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക ഹെഡിങ്. അതുപോലെ തന്നെ എത്ര കുട്ടികൾക്കാണ് ഓരോ ഗ്രേഡുകളും കിട്ടിയതെന്ന് നമുക്ക് പട്ടികപ്പെടുത്താൻ വേണ്ടി കഴിയും. ഒന്നുകൂടി നോക്കിയാൽ എങ്ങനെ പട്ടികപ്പെടുത്താൻ? ഗ്രേഡ് എന്നുള്ള ഗ്രേഡ്സ് എന്നുള്ള ഹെഡിങ്ങും കൊടുക്കുക, അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള ഹെഡിങ്ങും കൊടുക്കുക. ഇതിന്റെ ഗ്രേഡ്സിന് നേരെ താഴെ എന്താണ്? ഏതൊക്കെ ഗ്രേഡുകളാണെന്നുള്ളതെന്ന് എഴുതുക. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ നേരെ താഴെ എന്ത് ചെയ്തേണ്ടത്? ഓരോ ഗ്രേഡും എത്ര കുട്ടികൾക്ക് വീതം കിട്ടി, ഇവിടെയുള്ള നമ്പറുകൾ അതനുസരിച്ച് ചെയ്താൽ. എ ഗ്രേഡ് എത്ര കുട്ടികൾക്ക് കിട്ടിയത്? 7 കുട്ടികൾക്ക്. അപ്പൊ എ ഗ്രേഡിന് നേരെ 7 എഴുതി. ഇനി ബി ഗ്രേഡ് എത്ര കുട്ടികൾക്കാണ് കിട്ടിയത്? ബി ഗ്രേഡ് നോക്കാം നമുക്ക്. ബി ഗ്രേഡ്
ഇത് 9 കുട്ടികൾക്ക് കിട്ടി. ബി ഗ്രേഡിന്റെ നേരെ 9. സി ഗ്രേഡോ? സി ഗ്രേഡ് നേരെ 8 കുട്ടികൾക്ക് കിട്ടി. അപ്പൊ സി ഗ്രേഡിന്റെ നേരെ എന്താ എഴുതേണ്ടത്? 8. സി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് 8 ആണ്. ഇതേ രൂപത്തിൽ ഒരു ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ടേബിളിന്റെ ഹെഡിങ് എന്താണ്? ഇതേ രൂപത്തിൽ നമ്മൾ ബാർ ഗ്രാഫിൽ തന്നിട്ടുണ്ടാവും. അതെന്നെ എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചോദ്യത്തിന് ഉത്തരവും ബാർ ഗ്രാഫ് നോക്കി എഴുതാൻ അറിയാം അല്ലേ? അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കുന്ന അതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് മാഷ് വീണ്ടും വരും. എല്ലാവരും കൃത്യമായിട്ട് എല്ലാ വീഡിയോസും കാണുക. അതുപോലെ 5ാം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിലും അതുപോലെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. ലൈവ് ക്ലാസ് ഒന്നും ആരും മിസ്സാക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുക ലൈവ് ക്ലാസ് ഒക്കെ കണ്ടാലായിരിക്കും. നമുക്ക് എന്തായാലും ഈ ലൈവിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.